നമസ്കാരം. നമുക്കറിയാം, ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത പരിശ്രമം ബോധപൂർവം കേരളത്തിൽ നടക്കുകയാണ് എന്നുള്ളത്. മാത്രമല്ല, തൃശൂർ പൂരം പോലുള്ള വലിയ ആഘോഷങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളെ പോലും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമുള്ള പരിശ്രമം നടക്കുന്നു. ഇത്തരത്തിലുള്ള ക്ഷേത്ര വിശ്വാസങ്ങൾക്ക് നേരെ കടന്നുകയറിക്കൊണ്ട് കയ്യേറ്റം നടത്തിക്കൊണ്ടുള്ള ഭരണ വാഴ്ച തന്നെയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നിരീശ്വരവാദികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭരണമെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിവുള്ളത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പുതിയൊരു വാർത്ത എന്ന് പറയുന്നത്, കരുനാഗപ്പള്ളിയിൽ പാവുമ്പ മഹാദേവ ക്ഷേത്രത്തിന്റെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മഹാക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ക്ഷേത്രഭൂമി വില്ലേജ് ഓഫീസിന്റെ പുതിയ മന്ദിരം പണിയുവാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ ധാർഷ്ട്യത്തെ തന്നെയാണ് നമുക്ക് ഭക്തജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുവാനുള്ളത്. ഭക്തജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുവാനുള്ളത് ഈ ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും തമ്മിലുള്ള ഒത്തുകളിയുടെ പുതിയ വാർത്ത തന്നെയാണ്. ഇത് യഥാർത്ഥത്തിൽ കോടതിയിൽ കേസ് നടക്കുന്നു, ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രഭൂമി സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു എന്നൊക്കെ ആ പരിസരവാസികളായിട്ടുള്ള ക്ഷേത്രവിശ്വാസികളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും അതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറത്തിൽ നടക്കുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് ക്ഷേത്രഭൂമി ഈ പൊതുകാര്യത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് തഹസീൽദാരെ കണ്ടിട്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെയും രാഷ്ട്രീയ ബജറംഗദളിന്റെയും കാര്യകർത്താക്കന്മാര് ഒരു നിവേദനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ ആ നിവേദനം കൈപ്പറ്റുവാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട തഹസീൽദാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, തഹസീൽദാർ തിരിച്ചു മറുപടിയായിട്ട് പറഞ്ഞത്, ഇത്തരത്തിലുള്ള പൊതു കാര്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള ജനക്ഷേമ കാര്യങ്ങൾക്ക് ക്ഷേത്രഭൂമി ഉപയോഗിക്കുന്നതിന് നിങ്ങളെപ്പോലുള്ള സംഘടനകൾ എന്തിനാണ് തടസ്സം പിടിക്കുന്നത് എന്നുള്ള വാദഗതി കൂടി അവർ മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഈ ക്ഷേത്രഭൂമി അപഹരിച്ച് അവിടെ വില്ലേജ് ഓഫീസ് പണിയുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൃഢനിശ്ചയമെടുത്ത് മുന്നോട്ട് പോകുന്ന അധികാരി വർഗത്തിന്റെ തീരുമാനം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഭക്തജനങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒട്ടനവധി ഹൈന്ദവ സംഘടനകൾ ഈ ക്ഷേത്രഭൂമിയുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ഈ ക്ഷേത്രഭൂമി അപഹരിക്കുന്നതിനെതിരെ പ്രതിരോധ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തും രാഷ്ട്രീയ ബജറംഗദളും മാത്രമല്ല, ഹിന്ദു ഐക്യവേദിയും ശിവസേനയും ഉൾപ്പെടെ എല്ലാ ഹൈന്ദവ സംഘടനകളും കൈകോർത്ത് നിന്നുകൊണ്ട് ക്ഷേത്രത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, പാവുമ്പ മഹാദേവന്റെ തിരുസന്നിധിയായിട്ടുള്ള ക്ഷേത്ര പരിസരം, ആ ക്ഷേത്രഭൂമി സംരക്ഷിച്ചു പിടിക്കുവാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് ഈ അധികാരി വർഗം പിന്മാറണം എന്നുള്ളത് തന്നെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് ആമുഖമായിട്ട് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. മാത്രമല്ല, ഈ ക്ഷേത്ര പരിസരത്ത് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, റവന്യൂവിന്റെ വസ്തുവായിട്ടുള്ള സർക്കാർ ഭൂമിയായിട്ടുള്ള സ്ഥലം തൊട്ടടുത്ത് ക്ഷേത്രഭൂമിയോട് ചേർന്ന് അവിടെ കാട് പിടിച്ച് കിടക്കുമ്പോൾ ആ സ്ഥലം ഏറ്റെടുത്ത് വില്ലേജ് ഓഫീസ് പണിയാൻ തയ്യാറാവാതെ ക്ഷേത്രഭൂമി തന്നെ ഈ വില്ലേജ് ഓഫീസിന്റെ പുതിയ മന്ദിരത്തിന് വേണ്ടിയിട്ട് ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഹിന്ദു സമൂഹത്തിന്, ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട് പിണറായി സർക്കാരിനോട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു മസ്ജിദിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിന്റെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പൊതുകാര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാകാത്തത്? ഈ ചോദ്യം അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താക്കള് ബന്ധപ്പെട്ട തഹസീൽദാരോട് ചോദിച്ചിരുന്നു നേരിട്ട്. ആ സമയത്ത് അവർ പറഞ്ഞത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോടതിയെ സമീപിക്കൂ എന്നുള്ളതാണ്. ബന്ധപ്പെട്ട തഹസീൽദാരോടും ജില്ലാ കളക്ടറോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത്, അതിലുപരി പിണറായി സർക്കാരിനോടും ഈ ഭൂമി ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഗൂഢതന്ത്രത്തിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അവരോടൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഹിന്ദു സമാജത്തിന് വിളിച്ചു പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ്, ഞങ്ങൾ എന്തു വില കൊടുത്തും അവസാനം വരെ ഈ ക്ഷേത്രഭൂമി സംരക്ഷിച്ച് പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക തന്നെ ചെയ്യും. നിങ്ങൾ ഇത്തരത്തിലുള്ള പൊതുകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷേത്രഭൂമി മാത്രം ഏറ്റെടുക്കുകയും മറ്റുള്ള മതവിശ്വാസികൾക്ക് മറ്റുള്ള മതവിശ്വാസ കേന്ദ്രങ്ങൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കുവാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഇവിടെ ഹിന്ദു എന്ന് പറയുന്നത് രണ്ടാം തര പൗരന്മാരല്ല എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ അധികാരികളോട് ഞങ്ങൾക്ക് ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികളോട്
ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇതെല്ലാം ക്ഷേത്രങ്ങൾ, ക്ഷേത്രവിശ്വാസങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ പിണറായി സർക്കാരിന്റെ അധികാരി വർഗത്തിന്റെ ചില സാമ്പിൾ ഡോസുകൾ മാത്രമാണ്. ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട് നാം ഭൂമി വിട്ടുകൊടുക്കുവാൻ വേണ്ടിയിട്ട് വികസനത്തിന്റെ പേരിൽ കണ്ണടച്ചാൽ പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ശബരിമല ഉൾപ്പെടെ, ഗുരുവായൂർ ഉൾപ്പെടെ, പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും ഇത്തരത്തിൽ ജനക്ഷേമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, പ്രളയത്തിന്റെയും ദുരിതത്തിന്റെയും വികസനത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ക്ഷേത്രഭൂമിയും ക്ഷേത്ര സമ്പത്തും ഒക്കെ കൈയടക്കുവാൻ വേണ്ടിയിട്ട് ഈ അധികാരി വർഗം കടന്നു വരുമ്പോൾ ഇരു കൈയും കെട്ടി കണ്ണടച്ച് നിശബ്ദരായിട്ട് പ്രതികരിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ള ഭക്തജനങ്ങളെ, ഈ ക്ഷേത്രത്തിന്റെ ഭൂമി സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട്, ആ ക്ഷേത്രത്തിന്റെ പരിപാവന നിലനിർത്തുവാൻ വേണ്ടിയിട്ട്, ആ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ഇനിയും വളരുവാൻ വേണ്ടിയിട്ട്, ക്ഷേത്രത്തിന്റെ പറമ്പും അതുപോലെ തന്നെ ക്ഷേത്ര പരിസരവും ഒക്കെ തന്നെ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് വന്നു സംഘടിക്കുവാൻ വേണ്ടിയിട്ടുള്ള തരത്തിൽ ക്ഷേത്ര വികസനമാണ് ആവശ്യം. ആ ക്ഷേത്രത്തിന്റെ പരിപൂർണമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ട് പരിസര പ്രദേശത്തുള്ള വസ്തു കൂടി ക്ഷേത്ര പറമ്പിലേക്ക് കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനത്തിനാണ് നാം പരിശ്രമിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമായിട്ട് നാം മുന്നോട്ട് പോകണം. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് നിലവിൽ കയ്യേറി നിൽക്കുന്ന വില്ലേജ് ഓഫീസിന്റെ പഴയ കെട്ടിടവും കൂടി പൊളിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ സർക്കാർ സംവിധാനം തയ്യാറാകണം എന്നുള്ളതാണ് ഹൈന്ദവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. നന്ദി, നമസ്തേ.